നല്ല കാറ്റാണ് നമ്മളെ ഫ്രണ്ടിലാ കാണാൻ റോഡ്. നമ്മൾ ഇവിടുന്നാണ് കയറി വന്നത്. താഴേക്കല്ല വ്യൂ ആണ് ഇപ്പോൾ. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ലോക്കറ്റ് ഫോർട്ട് കയറിയിട്ട് പൗതിയായിട്ട് തിരിച്ചു പോരെ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അത് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്ത് താമസിച്ചിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അത് കയറാൻ പോകണം. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് നമ്മൾ രാവിലെ ആയതുകൊണ്ട് നല്ല നല്ല അടിപൊളി കാഴ്ചകളായിട്ട്, മഞ്ഞും മഴയൊന്നും ഇല്ലാത്ത കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോക്കറ്റ് ഫോർട്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞിട്ട് വിസാപൂർ ഫോർട്ട്, അങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിരിക്കും ഇത്. ഇവിടെ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്താ ഇന്നലെ നമ്മൾ ഓടി കയറിയതാണെങ്കിൽ ഇന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് കയറുന്നുള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. ആ കാണുന്ന തിരക്ക് ടിക്കറ്റ് എടുക്കാതെ കേട്ടോ. ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപ ഉണ്ട്. ഇന്നലെ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ കയറ്റി വിട്ട് അടക്കണ സമയമായതുകൊണ്ട് ഒരാൾക്ക് 25ആണ്. ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ നോക്കണില്ല, ഇവിടെ നെറ്റ് കിട്ടൂല. കയ്യിൽ ക്യാഷ് വെച്ചിട്ട് തന്നെ കയറിയിട്ട് ഇവിടേക്ക്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ താഴേക്കുള്ള വ്യൂ കേട്ടോ. ഒരു ചെറിയ ലേക്ക് ഉണ്ട്. എടുത്തൊക്കെ കാണി എന്താ പച്ചപ്പ്. നമ്മളിതങ്ങനെ ട്രക്ക് ചെയ്ത് ഏകദേശം ഇതിൻ്റെ പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ മഴയും കോടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെത്തുമ്പോൾ വിഷ്വൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. രക്ഷയില്ല. ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ഞാൻ വിക്കിപീഡിയ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ലൈവ് വോയിസ് എടുക്കാൻ ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു സംസാരിക്കാൻ ഒരു ഇത് കിട്ടുന്നില്ല. അതായത് ഇവിടുത്തെ താഴേക്ക് നോക്കുമ്പോൾ നല്ല കോട മൂടി വ്യൂ ആണ് ഇവിടുന്ന് താഴേക്ക് കാണണമെന്നൊക്കെ കേട്ടോ. ഞാൻ തെളിനനുസരിച്ചിട്ട് കാലാവസ്ഥ ക്ലിയർ ആണെന്നനുസരിച്ചിട്ട് ഇവിടുത്തെ നല്ല നല്ല വിഷ്വൽ ഞങ്ങളെ കാണിച്ചു തരാം. നമ്മളിതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലെത്തിയൊക്കെ മഴ കൂടി ഇപ്പോൾ നിന്നിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ കോടായി, കാഴ്ചകളൊക്കെ മറിഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് വെയിൽ വരുമോ നമുക്ക് നോക്കാം. താഴേക്കുള്ള നല്ല വ്യൂ കിട്ടും ഇവിടുന്ന്. അടിപൊളി രക്ഷയില്ല കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥ. ഇവിടെ നിന്നൊക്കെയാണ് പോയാൽ താഴേക്കാണ് പോകും. അതിന് അറ്റം കാണുന്നില്ല, അത്രയും താഴ്ചയാണ്. ഈ വെള്ളം നോക്കുകയാണെങ്കിൽ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് തന്നെ ആയിരുന്നു കാറ്റുകൊണ്ട്. കോടൊന്നും മാറിയപ്പോൾ താഴത്ത് അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് മാറിയിട്ടുള്ള, ഫുള്ളായിട്ട് മാറിയെന്ന് പറയാനായിട്ടില്ല. രക്ഷയില്ലാത്ത വ്യൂ ആണ് താഴെ. ഡ്രോണൊക്കെ ഇട്ട മാതിരി ഇവിടുന്ന് കാണുമ്പോൾ. റിവേഴ്സ് വാട്ടർഫാൾ ഇത് തരണേ.
നമ്മൾ അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്ത് കോട മൂടി താഴേക്ക് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വിസാപൂർ പോയിട്ട് ട്രെക്ക് ചെയ്യാൻ പോയിട്ടാ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. വിസാപൂർ പോയിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതിനെ പറ്റി എന്താണ് കറക്റ്റ് പോലെ സ്റ്റെപ്പാണെന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മളിത് അങ്ങനെ വിസാപൂർ പോയിട്ട് ട്രെക്ക് ചെയ്യാൻ പോകട്ടെ. നമ്മളൊരു ബൈക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മച്ചാൻ്റെ വണ്ടിമ്പോൾ ലഗേജ് ഇറക്കിയതാണ്. കാരണം അവിടെ നിർത്തിയിട്ട് ഒരുപാട് ട്രെക്ക് ചെയ്ത് പോകണം. അപ്പോൾ കുരങ്ങുണ്ടെങ്കിൽ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വലിച്ചു ചെയ്യുന്ന സാധ്യത ഉണ്ട്. മച്ചാൻ്റെ വണ്ടിമത്തെ ലഗേജ് മുഴുവൻ ഇറക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല. മച്ചാൻ്റെ വണ്ടിയിലാണ് പോണത്. നമ്മൾ വിസാപൂർ പോയിട്ടോട്ട് പോവാണ്. പോയി ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പോകണം. കൺട്രോൾ എത്തിയിട്ട് നമ്മളാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന വഴിയിലൂടെ ആദ്യം കുറച്ച് നടക്കണം. എന്നിട്ടാണ് നമ്മൾ ട്രെക്കിങ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റോഡിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി മലമുകളിലേക്കുള്ള ട്രെക്കിങ് ആരംഭിക്കാനാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളെ ലോകട്ട് പോലെ സ്റ്റെപ്പും കാര്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ലോകട്ട് ഫോർട്ടിനെ അപേക്ഷിച്ച് ഈ ഫോർട്ടിലേക്ക് ആളുകൾ കുറവാട്ടോ. കാരണം ഇത് കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അത്ര സുഖത്തിലൊന്നും വിസാപൂർ കയറാൻ പറ്റൂല. കാരണം കറക്റ്റ് വഴിയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളോട് താഴ്ത്തുനിന്ന് പറഞ്ഞത്. നമ്മളും കണ്ടിട്ടില്ല. നമുക്കങ്ങനെ പോയി നോക്കാം. നമ്മളെ ഫ്രണ്ടിലൊക്കെ ഉള്ള മലൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വാട്ടർഫാൾസ് ഇട്ടാ ചെറുത്. ഞാൻ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യണില്ല. കോപ്പറയാണ് കയ്യിൽ. കൊടയും ക്യാമറയൊക്കെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല കാറ്റാണ് ഇവിടെ. എൻ്റെ മുന്നിൽ കാണുന്ന മല കണ്ട അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഫോർട്ടിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട്. ഞാൻ അവിടെ നല്ല രീതിയിൽ കോടയാണ് മുകളിൽ. ഞാൻ കോട മാറുകയാണെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഹിന്ദി ഇപ്പോൾ നെറ്റ് കിട്ടണില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് തോന്നണ ഈ സാധനങ്ങളൊക്കെ ഈ മലമുകളിൽ ഉണ്ടെന്നാണ്. മൂർക്കൻ, ശംഖുവരയൻ, അണലി, ലിപ്പാട്, പന്നി, മുള്ളംപന്നി. ഇത് അണലീൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതും അണലിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതെന്താ കാട്ടുപാമ്പാന്ന് തോന്നുന്നുണ്ട്. ഇത് ഹൈന, മാന്, ഇതെന്താ മരപ്പട്ടിയാ. എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെന്താ വിസാപൂർ എന്താണ് ഗില്ലിയെ ഇല്ലാന്നാ എന്തോ ആണ്. വിസാപൂർ എന്നാണ് ആദ്യക്കത്തത്. അത് മനസ്സിലായി. ഇതാ ഈ കാണുന്ന ഇത് വേണം നമുക്ക് ട്രെക്ക് ചെയ്ത് പോകാൻ. ഫോർട്ട് മുകളിലടാ. അപ്പോൾ ഇതാ നമ്മളെ ട്രെക്കിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ താഴെ ആ ബോർഡിൽ കണ്ട മൃഗങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ കയറി പോവുക. പുലി വരട്ടെ നമ്മളെ മുന്നിൽ കണ്ട്. സാധനം ഉണ്ട് കയ്യിൽ. നമ്മളെടുത്തുനിന്ന് സാധനം ഉണ്ട് നമ്മളെ കയ്യിൽ. കുടണ്ടല്ല തല മാറി മിന്ന. ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പുലി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ബാക്കിൽ ഹൈന വരണം. എന്നിട്ട് ആണ്ടും കൊണ്ട് ഓടാൻ പറ്റാത്ത കോലത്തിൽ നിൽക്കണം. എനിക്ക് വീഡിയോ എനിക്ക് റീച്ച് ആവണമെന്നല്ല പറഞ്ഞു. എനിക്ക് വീഡിയോ റീച്ച് ആവണമെങ്കിൽ വരേണ്ടി ഒരു പോയിന്റ് മുന്നേക്ക്. എന്നാ എന്താ ഞാൻ അവിടെ മൂത്രം വെച്ച് ചിലപ്പോ മൂത്രം ഒഴിച്ച് കിടക്കണേ. ഇതൊരു 1.5 ട്രെക്കിംഗ് ആണ്. കാരണം നമ്മൾ പോണ വഴി ഞാനൊന്ന് കാണിച്ചു തരാം. താഴെ ബോട്ടിലെ ഇത് മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നാവും. അതാണ് പേടി. ഈ ഒന്നും കണ്ടില്ലേ പാമ്പ്. വെറുതെ പോലെ അങ്ങനെ ബോർഡ് വെക്കോടെ. മഴ പെയ്യാഞ്ഞാ മതിയില്ലേ. മഴ പെയ്താൽ എന്താ പറയുക ഇതിലൊക്കെ വെള്ളമാവും. ഒയ്കലി മഴ പെയ്ത ഈ വഴി കൂടിയൊക്കെ വെള്ളമാവും. ചളി വെള്ളമാവും ഒയ്കലി എന്നറിയാം. ജിടോക്ക് പുലിനി ഇതൊന്നും കണ്ടില്ല. പാമ്പ് ശ്രദ്ധിച്ചോട്ടോ. പ്രത്യേകിച്ച് പച്ചിലപ്പാമ്പ്. ആ കണ്ട അവിടെ കണ്ട ഒരു അണലുണ്ടല്ലോ വേറെ. ഞാനിത് അണലിൻ്റെ വെറൈറ്റി പറഞ്ഞ അത് മരത്തുമ്മ കൂടി പോണ സാധനമാണ്.
കേറാനുള്ള വഴി ഇനി നമുക്ക് പോവാനുള്ള വഴി ഇതാണ് ട്ടാ. എന്താ പൊന്നെ അത്യാവശ്യം റിസ്ക്കാണ് ട്ടാ. ഇത് ഔത്തർച്ചി പതിരാകണ പരിപാടിയാണിത്. അല്ലോ ഇത് കയറാനല്ല പ്രശ്നം മച്ചാനാ, കയറിയിട്ട് തിരിച്ചിറങ്ങണം. കേറാൻ നല്ല ദൂരത്തിൽ കയറി പോകണ്ട്, തിരിച്ചിറങ്ങലാ പണി. ഇത് മഴ കൂടി അതിലേറെ പണിയാവും, വെള്ളം കൂടി. ഇതിൻ്റെ റിസ്ക് മനസ്സിലാണെങ്കിൽ ഇതാണ് നമ്മളെ വഴി. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ട്, മഴ പെയ്ത് ചിലപ്പോൾ ഈ വെള്ളം കൂടാൻ സാധ്യത ഉണ്ട്. മുകളിലേക്ക് കണ്ടോ ഒലിച്ച് വന്ന കരിങ്കല്ലാണ്, എന്താണെന്നറിയില്ല. ഇതിൻ്റെ മുകളിലൂടെ ഒക്കെ ചവിട്ടിയിട്ട് അങ്ങനെ കയറി പോകാം. കയറി പോകാൻ നല്ല സുഖമാണ്, തിരിച്ചിറങ്ങാൻ കയറി പോകാൻ സുഖമല്ല, തിരിച്ചിറങ്ങണ അപേക്ഷിച്ച് കയറി പോകാനാണ് സുഖം. പാറൊക്കെ തേക്കാൻ സാധ്യത ഉണ്ട്. ഈ വഴിയൊക്കെ നമ്മൾ കയറി പോകുന്ന വഴിയാട്ടാവും. താഴേക്കൊക്കെ ആണി ഫോർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത്. ചെറിയ മതിലുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് നമ്മൾ. എനിക്ക് തോന്നുന്നു ഈ പാറൊക്കെ ഈ കാണുന്ന ഇതൊക്കെ അത് പൊളിഞ്ഞിട്ട് അതിൻ്റെ മേഖലയിൽ നിന്ന് പോന്നാന്ന് തോന്നുന്നുണ്ട്, മുകളിൽ നിന്ന് പോന്നാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിതാ ഈ കാണുന്ന മീറ്ററുകൾ മാത്രം നടന്നാൽ മതി ട്ടാ, കയറിയാൽ മതി. കുത്തനുള്ള കയറ്റവും എത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2 കേവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ സംഭവം എന്നറിയില്ല. അതിൻ്റെ അകത്തേക്ക് ഇരുട്ടാണ്.
മുകളിൽ എത്തി എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി മുകൾക്കുണ്ടാ പക്ഷെ എവിടെ വ്യൂ ഉണ്ടായിട്ട് എന്താ കോടയാണ്, ഒരു വ്യൂ കാണാൻ പറ്റില്ല. അതാണ് വലിയ പ്രശ്നം. ഇതിന്റെ മുകളിൽ എവിടുന്ന് മന്ത്രി കണ്ടെത്താനാ നോക്കാണ്, എവിടുന്ന് മന്ത്രി കണ്ടെത്തുന്ന് പറഞ്ഞാണ്. ആകെ കോട. ओ मिस्टी ज्यादा है. वो नीचे देखो उधर है. उधर ही है वो जो बिल्डिंग का ऐसा कॉर्नर है हाफ का. हाँ उधर है ना മച്ചാനെ. ഇവിടെയാണ്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കുക. നമ്മൾ കേറുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം കണ്ടില്ല, അത് ഇവിടെയാണ്. इधर एक मंदिर है महादेव का, बट अभी उधर जाना मेरे को लग रहा है खतरे का. GoPro कितने का लिया था? वो 42,000. 42,000 सही. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾക്ക് കിലോമീറ്ററോളം നടക്കാണ്ട്. അപ്പോൾ ഇത് നമ്മൾ താഴ്ന്ന് കണ്ട ഭാഗം ഇവിടെ നിന്ന് കറക്റ്റ് ഐഡിയ കിട്ടുന്നില്ല. കാരണം ഈ സമയത്ത് സഞ്ചാരികൾ കുറവാണ്, കൂടുതൽ ആളുകൾ തിരിച്ചിറങ്ങി അവിടെ കണ്ടിട്ട് ഫോർട്ടിൻ്റെ മതിലുകളൊക്കെ. അതാണ് നമ്മൾ താഴ്ന്ന് കണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അത്യാവശ്യം നടക്കാണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ 8 പേരെ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ കാണുന്നുള്ളൂ. കുറേ ആളുകൾ തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു വൈകിട്ടൊരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. പനി കിട്ടിയ മഴ പെയ്തിട്ടോ നല്ല കാറ്റാണ്. കൊടന്ന് ചൂടിയിട്ട് നിൽക്കണില്ല. മച്ചാനെ പിടി, കൊട പിടി മച്ചാനെ. കണ്ടില്ല നിങ്ങൾ? ഇതാണ് കൊട ചൂടിയപ്പോഴുള്ള അവസ്ഥ. കാറ്റ് കൊണ്ടുപോകും. അതാണ് ഇപ്പൊ എനിക്ക് പറയേണ്ടത്. ഇതിന്റെ മുകളിലൊക്കെ അരുവികളുണ്ട്, മരന്റെ ടോപ്പാണ്. പിന്നെ ഈ വെള്ളം തോടുന്ന വരുന്നത്. സമയം എത്രയായിരുന്നു ഫോൺ നോക്കണം? 5 മണി ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയ വലിയ സന്തോഷമൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ ആ കയറിയ വഴി തിരിച്ചിറങ്ങണമല്ലോ. അതാലോചിക്കുമ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സന്തോഷം ഒന്നും കിട്ടണില്ല കേട്ടാ. ഒന്ന് ഈ സംഭവം തിരിച്ചിറങ്ങണം. ഇത് കണ്ടില്ല, വന്ന് കയറി വന്ന വഴി തിരിച്ചിറങ്ങാൻ അത്ര സുഖമുള്ള പരിപാടിയല്ല. പക്ഷെ എന്നാൽ ഇതിൻ്റെ മുകളിൽ കിലോമീറ്ററോളം അങ്ങനെ നടക്കാണ്ട്. ഒരു നിരപ്പായ സ്ഥലങ്ങളാണ്. ബാക്കിൽ നോക്കുകയാണെ നല്ല നിരന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം അരുവികളുണ്ട്. ഈ അരുവി എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നൊരു ഐഡിയ ഇട്ടില്ല. കാരണം മലൻ്റെ ടോപ്പിൽ നിന്ന് പിന്നെ ഇവിടുന്ന് വെള്ളം വരുന്നതാണ് ഞാൻ ആലോചിക്കണേ. മഴ പെയ്ത വെള്ളമാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് പോകേണ്ടത് ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫുൾ കോട. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് താഴേക്കുള്ള വ്യൂ കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്ക് താഴേക്കുള്ള വ്യൂ കാണില്ല. ഫുൾ കോട എന്ന് പറഞ്ഞാൽ കോടയിൽ മൂടിയാണ്. അതാണ് ഇങ്ങനത്തെ സമയത്ത് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഇത് ട്രക്ക് ചെയ്ത് കയറിയുള്ള വിഷയം. നമ്മൾ ലോകട്ട് കയറിയിട്ട് ഇതേപോലെ ഉണ്ടായത്. നമുക്ക് ലാസ്റ്റ് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ചിടക്ക് കാറ്റടിക്കുമ്പോൾ ചില സമയത്ത് കാലാവസ്ഥ തെളിയുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ആ ഷൂട്ട് ചെയ്തൊക്കെ. ഈ കാണുന്ന ഭാഗങ്ങളാണോ നമ്മൾ താഴേന്ന് കണ്ടിരുന്ന് എടുക്കാം. ഇത് തന്നെ ആവാനാണ് സാധ്യത. താഴേക്ക് നമ്മൾ കയറി വന്ന പോയി ഫുൾ കോടയാണ്. ഫോർട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. കുട നിർത്തി അവർ കുട അപ്പുറം പറഞ്ഞു. അതാ കുട ചൂടാൻ പറ്റില്ല. എൻ്റെ മുകളിലെത്തിയതാ കോടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞതാണ്. താഴേക്കുള്ള വ്യൂ നോക്കണി ഒരു രക്ഷയിലിട്ട് അടിപൊളി ക്ലൈമറ്റാണ്. നമ്മൾ വന്ന റോഡാണ് താഴെ കാണുന്നത്. സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ്. ഇത് ഒരുപാട് ദൂരം കറങ്ങി നടക്കാണ്ട് ഇതിൻ്റെ മുകളിൽ. സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഇരുട്ടായിട്ട് നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ കയറി വന്ന് പോയി ഇറങ്ങാൻ പ്രയാസമാവും. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ ഈ കോട ഇങ്ങനെ മഴക്കാലത്ത് മഴയുള്ള സമയത്ത് വന്നാലുള്ള പ്രശ്നമാണ്. നല്ല കോട ഉണ്ടാവും, നമുക്ക് വിഷ്വൽ കിട്ടൂല.
മഴക്കാലം ഒരു ഓഗസ്റ്റൊക്കെ മഴക്കാലമൊക്കെ കഴിയാനൊക്കെ സമയത്ത് വരികയാണെങ്കിൽ പച്ചപ്പും ഉണ്ടാവും, എന്താ പറയുക, നല്ല രീതിയിൽ ഭംഗി കോടയും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റൂട്ടോ. അവിടെ ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും തകർന്ന രീതിയിലാട്ടാ. ഇതാണ് നമ്മൾ കയറി വന്ന വൈകിൽ ആ വെള്ളത്തിലൊക്കെ കിടക്കുന്ന കല്ലുകൾ, ഈ കല്ലുകളൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ കണ്ട അടന്ന് നിൽക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് നടക്കാണ്ട്, ഇവിടെ ഏകദേശം കിലോമീറ്ററുകളോളം നടന്ന് കാണാനുണ്ട് ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ. അവിടെ നിൽക്കുമ്പോൾ കോടല്ല, ഇവിടെ കോട. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ കോടല്ല, അവിടെ കോട. എന്നാൽ വ്യൂ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ഇത് നിർമ്മിച്ചവരെ സമ്മതിക്കണം. എന്താല്ലേ അത്രയും ആയത്തിൽ കല്ലൊക്കെ കയറ്റി കൊടുന്ന് ഇതെങ്ങനെ നിർമ്മിച്ചേന്നാവും. ഈ സംഭവം തന്നെ ഇട്ടത് ഇവിടുന്ന് താഴേക്ക് നോക്കാണ് ഒരു കൊക്കയാണ്. ഇതൊക്കെ നിർമ്മിച്ചത് എങ്ങനെയാണെന്നാവും അല്ലേ? അതാണ് ഞാൻ ആലോചിക്കണത്. ഇങ്ങനെ കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ. എവിടേക്കൊന്നും ഒന്നും കാണുന്നില്ല ഫ്രണ്ടിക്ക്. പക്ഷെ കോടല്ലാത്ത കാലാവസ്ഥ ഇരുന്നെങ്കിൽ നമുക്ക് നല്ല വിഷ്വലുകൾ കാണാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂവും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഇതിൻ്റെ കാഴ്ചകളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും തകർന്നിങ്ങനെ ഇട്ടാ. ഇവിടെ ഒന്നും മതിലില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങട്ടെ. നമ്മൾ കയറി വന്ന വഴി ഏതാന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഫുൾ കോട മൂടി. ഇതിന് മുകളിൽ ഇപ്പോഴും ആളുകൾ ഇട്ടാ. അവിടെ ഇവിടുന്നൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പൂക്കും, ആ സമയത്ത് അവർ തിരിച്ചു പൂക്കും. നമ്മൾ കയറി വരുമ്പോൾ കണ്ട കേവുമായിട്ടുള്ള സംഭവം നമ്മളെ വേക്കിലിട്ട ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. കയറാണ് കയറിപ്പോകുന്നത്, തിരിച്ചിറങ്ങല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന കുത്തനുള്ള ഇറക്കമാണ് നമുക്ക് ഇനി ഇറങ്ങാൻ കിട്ടുക. ചില്ലറ പണിയൊന്നുമല്ല. ഇപ്പോൾ ക്യാമറ ഒക്കെ തിന്നാൽ ചിലപ്പോൾ നാളെ വീഡിയോ എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഹോസ്പിറ്റലിലേറ്റാവും ഊര കുത്തി വീണിട്ട്. പിന്നെ നമ്മളിത് ഏതാണ്ട് പകുതി ഇറങ്ങിയിട്ടോ. അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ് ഇറങ്ങല്. പതുക്കെ പതുക്കെ ഇറങ്ങാനേ പറ്റുള്ളൂ. കണ്ടാ വഴി കണ്ടില്ല നിങ്ങൾ? ഞാനെന്താണ്ട് നോക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആണ്ട് നോക്കിയാലേ ഞാനും ക്യാമറ കൂടി ചായ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടാ. ഇനി ഇതാ ഇതുപോലെയുള്ള ചെറിയ കാടുമാർക്കുള്ള വഴിയാണ്. ഇതിലൂടെ സഞ്ചരിക്കണം. അടിപൊളി. ഇനി ഡേഞ്ചറില്ല കേട്ടോ. ഡേഞ്ചറുള്ള സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ കച്ചവടക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തും. കഴിയാനായിരുന്നു കഴിയണില്ലത്. അപ്പോൾ നമുക്ക് കമ്പനിക്ക് ഒരാളെ കിട്ടിയിട്ട് കേട്ടാ. ബബൻ എന്നാണ് ഇവരെ പേരിട്ട. അവിടെ ചായക്കടിയിൽ എത്തിയാണ് നമ്മൾ. ഇതാണ് ടീ ഷോപ്പ്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിലേക്ക് പോകണം. സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നാളെ ഇവിടുന്ന് നേവി മുംബൈ താനെ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.